ഹലോ യൂട്യൂബ്, ബാക്ക് ടു വീഡിയോ. ഇന്ന് ഞാൻ ഓൺലൈനിൽ നിന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു ഡോർ പ്രൊട്ടക്ഷൻ ഒരു ബീഡിങ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് 4 ദിവസം മുമ്പ് ഓർഡർ ചെയ്തതാണ്. 4 ദിവസം കഴിഞ്ഞപ്പോൾ വീട്ടിലെത്തി. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. അതിൻ്റെ വില വന്നിട്ട് 664 രൂപയാണ്. അത് ഇവിടുത്തെ ഡെലിവറി ചാർജ് ഇറക്കാണ് നമുക്ക് 664 വന്നേക്കുന്നത്. ഞാൻ പുറമെ കടയിൽ അന്വേഷിച്ചപ്പോൾ 900 രൂപയാണ് ഇതിന് വില പറഞ്ഞത്. ഈ സെയിം ബ്രാൻഡ്. പിന്നെ ബാഡ്ജിങ് ഇല്ലാത്തൊരു ടൈപ്പ് പറഞ്ഞു, അതിന് 100 രൂപയുടെ കുറവ്. അപ്പോൾ അതിൽ അവർ ഒട്ടിച്ച് തരും. അതിന് 900 രൂപ പറഞ്ഞതിന് അവർ ഒട്ടിച്ച് തരും. പിന്നെ റേറ്റ് കുറവ് കണ്ടപ്പോൾ ഓൺലൈനായിട്ട് മേടിച്ചു എന്ന് മാത്രം. അപ്പോൾ അതാകുമ്പോൾ നമ്മൾ തന്നെ സ്റ്റിക്ക് ചെയ്യണം. അപ്പോൾ അതിൻ്റെ അൺബോക്സിങ്ങും അത് ഒട്ടിക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ മേടിച്ചത് 664 രൂപയ്ക്കാണ്. നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. സാധനം കുഴപ്പമൊന്നുമില്ല. ഈ പ്രൈസിന് അതിനുള്ള ക്വാളിറ്റി അത് തരുന്നുണ്ട്. 3mm സ്റ്റിക്കിങ്ങും ഗമ്മും അതുപോലെ ആ സ്റ്റിക്കറൊക്കെ 3mm ആണ്. കുഴപ്പമില്ല, മീഡിയം ക്വാളിറ്റി സാധനം, നല്ല സാധനം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അത് ഓരോരുത്തരുടെ ദൂരം അനുസരിച്ചിട്ട് ഡെലിവറി ചാർജും കാര്യങ്ങളൊക്കെ റേറ്റിലൊക്കെ ചെറിയ വ്യത്യാസം വരാൻ ചാൻസസും ഉണ്ട്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും. ഞാൻ ഇതിന് കൊടുക്കാം. അപ്പോൾ ഇത് ഏത് വാഹനത്തിന് പറ്റിയതും ഉണ്ട്. ഇതിപ്പോൾ എൻ്റെ വാഹനം സെലറിയാണ്. ഞാനപ്പോൾ എൻ്റെ വാഹനത്തിന് മേടിച്ചാൽ നമ്മുടെ ഓരോരുത്തരുടെ വാഹനം ഏതാണോ അതനുസരിച്ച് നമുക്ക് ഓൺലൈനായിട്ട് മേടിക്കാൻ കിട്ടും. നമ്മൾ സ്റ്റിക്ക് ചെയ്യുന്ന ഭാഗം ഉണ്ടല്ലോ, അത് ആ ഡോറിൻ്റെ ഏത് ഭാഗമാണെന്ന് നമ്മൾ ആദ്യമേ കൺഫേം ചെയ്യണം. കാരണം ഓരോ വാഹനത്തിൻ്റെയും ഓരോ ഡോറിൻ്റെയും ഷേപ്പും അതിൻ്റെ ആ ഡിസൈനും വേറെ വേറെ രീതിയിലായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ വാഹനത്തിൻ്റെ ഡോറ് തുറന്ന് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ വാഹനത്തിൻ്റെ ഡോറ് ഈ ഒരു ഭാഗത്താണ് തട്ടുന്നത്. ഈ ഭാഗത്താണ് ആദ്യം. ഇപ്പോൾ ഒരു ചുമരിൻ്റെ സൈഡിൽ വെച്ച് തുറക്കുകയാണെങ്കിൽ ഈ ഒരു കോർണർ അല്ലെങ്കിൽ ഈ ഒരു ഭാഗം, ഈ ഒരു അടിവശമാണ് ആദ്യം പോയി ഇടിക്കുന്നത്. അപ്പോൾ നമ്മൾ മേടിച്ച പ്രൊഡക്റ്റ് ഇപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞാൽ കാണാനുള്ള ഷോ ഉണ്ടായിരിക്കും, പക്ഷേ നമുക്ക് അതിൻ്റെ യൂസ് കിട്ടില്ല. അപ്പോൾ നമുക്ക് രണ്ടും വേണം, ഷോയും കിട്ടണം, അതുപോലെ തന്നെ എവിടെയെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ സൈഡ് ഡോറിലെ പെയിൻറ്റ് പോകാനും പാടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ അടിയിൽ ഈ ഒരു ഭാഗത്ത് ഒട്ടിക്കുകയായിരിക്കും നല്ലത്. അപ്പോൾ എൻ്റെ വാഹനത്തിൻ്റെ സൈഡിൽ, ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന സെലറിയാണ്, അപ്പോൾ എൻ്റെ വാഹനത്തിൻ്റെ ഈ സൈഡിൽ ഇവിടെ ആയിരിക്കും നല്ലത്. അപ്പോൾ നമ്മുടെ ഓരോരുത്തരും വാഹനത്തിൻ്റെ ഡോറൊന്ന് തുറന്ന് നമ്മൾ ചെക്ക് ചെയ്യുക. നമുക്കത് അറിയില്ലെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യുക. ഒരു ചുമരിൻ്റെ സൈഡിൽ നിർത്തി ഒന്ന് തുറന്ന് ചെക്ക് ചെയ്യുമ്പോൾ ഏത് ഭാഗത്താണ് അത് തട്ടാൻ ചാൻസ് കൂടുതൽ ആ ഭാഗത്ത് നമ്മൾ സ്റ്റിക്ക് ചെയ്യായിരിക്കും ഏറ്റവും. അപ്പോൾ നമ്മളിത് സ്റ്റിക്ക് ചെയ്യുന്നതിന് മുമ്പ് വെറുതെ ഒന്ന് വെച്ച് നോക്കുക സൈഡ് ഡോറിൽ. അപ്പോൾ കറക്റ്റ് നമുക്ക് അതിൻ്റെ അളവും ഇതൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ഞാനത് ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത്, അത് കാരണം അതിൻ്റേതായ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഒട്ടി. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഒട്ടിക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഈ സൈഡ് ഡോറിൽ ഇവിടെ ഈ കറക്റ്റായിട്ട് ഇവരൊരു ഈ ബോർഡർ ലൈൻ കൊടുത്തിട്ടുണ്ടല്ലോ, ഈ ലൈൻ കീപ്പ് ചെയ്തിട്ട് അങ്ങനെ ഒട്ടിക്കാം. നോർമലി അങ്ങനെയാണ് ഒട്ടിച്ച് തരാറ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അതുപോലെ തന്നെ ഒട്ടിക്കാം. അതല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് സ്ട്രെയിറ്റ് വേണമെങ്കിൽ അങ്ങനെ ഒട്ടിക്കാം, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ ലൈൻ കീപ്പ് ചെയ്യാൻ ഒട്ടിക്കാം. അപ്പോൾ ചെരിവോ കാര്യങ്ങളൊന്നും വരില്ല. കാരണം കമ്പനി മെഷീൻ ഇടുന്ന ലൈനാണ് ഈ മോൾഡിങ്. അപ്പോൾ അതൊരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമൊന്നും വരില്ല. ഇതിപ്പോൾ ചെരിച്ചിട്ട് തന്നെയാണ് മോൾഡിങ് പോയിക്കണേ, അതേ രീതിയിൽ തന്നെ നമുക്ക് ഒട്ടിക്കാം. പിന്നെ ഇതിൻ്റെ ബാക്കിലെ സ്റ്റിക്കർ, അതിൻ്റെ ഗമ്മും സ്റ്റിക്കറൊക്കെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3M സ്റ്റിക്കറാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു സംഭവം തന്നെയാണ്. പിന്നെ ഇതിൽ ഒരു ക്രോം എന്നാണ് ഓൺലൈനിൽ കൊടുത്തിരുന്നത്, ക്രോം ടൈപ്പ് പ്രൊട്ടക്റ്റ് എന്നാണ്. പക്ഷേ വീട്ടിലെത്തിയപ്പോൾ അത് ക്രോമൊന്നല്ല, വേറെ എന്തോ ഒരു വൈറ്റ് കളറിലുള്ളൊരു സംഭവം അവർ വെച്ച് ചെയ്തേക്കാം. പക്ഷെ എന്നിരുന്നാലും ഈ ഒരു പൈസയ്ക്ക്, നമ്മൾ മേടിച്ചൊരു പൈസ നോക്കുമ്പോൾ ചെറിയ ഒരു പൈസയ്ക്ക് ഇത് നമുക്ക് മെച്ചം തന്നെയാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇത് ഒട്ടിക്കുന്നതിന് മുമ്പ് ഈ ഒരു ഭാഗം ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കും. നമ്മൾ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഇത് ശരിക്കും ഗ്ലാസ് ക്ലീനർ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ മേടിക്കുക. പക്ഷേ ഇത് മൾട്ടി സർഫേസ് ആണ്. എവിടെ വേണമെങ്കിലും ഇത് നമുക്ക് ഇത് വെച്ചിട്ട് ക്ലീൻ ചെയ്യാം. അപ്പോൾ ഈ ഒരു ചെറിയൊരു ഭാഗമല്ല. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ ക്ലീൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും വെള്ളമാണ് നിങ്ങളുടെ കയ്യിലുള്ള വെള്ളം കൊണ്ട് ക്ലീൻ ചെയ്താലും മതി. അപ്പോൾ ആ ഒട്ടിക്കാൻ പോകുന്ന ഭാഗം ഒന്ന് സ്പ്രേ ചെയ്ത് നല്ല രീതിയിൽ ഒന്ന് തുടച്ചു കൊടുക്കുക. ആ ചെളി കാര്യങ്ങളെല്ലാം പോകാൻ വേണ്ടിയിട്ട്.
അപ്പോൾ നമ്മളിത് തുടച്ച് നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കത് അൺസ്റ്റിക്ക് ചെയ്തിട്ട് അതിൻ്റെ അത് സ്റ്റിക്കർ പറിച്ചു കളഞ്ഞിട്ട് ഇവിടെ സ്റ്റിക്ക് ചെയ്യാം. അപ്പോൾ ഇതിന് ഓരോ ഡോറിനും ഓരോ സൈഡിൽ ഓരോ സൈഡ് ഉണ്ട്. അപ്പോൾ ആ സൈഡ് തന്നെ നോക്കിയിട്ട് നമ്മൾ ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ തല തിരിഞ്ഞ് പോകും. അപ്പോൾ ഈ ഓരോ സൈഡിൽ ഇപ്പോൾ ഈ സൈഡിൽ നമ്മൾ ഒട്ടിക്കുകയാണെങ്കിൽ ഇത് ഈ ഒരു ഇതിൻ്റെ കോർണർ കാര്യങ്ങളൊക്കെ ഇതുപോലെ വരും. അതൊന്നും നമ്മൾ നോക്കുക. അതല്ലെങ്കിൽ ഒട്ടിച്ചതിന് ശേഷം ഇത് പറിച്ചെടുക്കാൻ പറ്റില്ല എന്നല്ല, പറിച്ചെടുത്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റിക്ക് കാര്യങ്ങളെല്ലാം പോകും, പിന്നെ ഇത് ഒട്ടിക്കാൻ പറ്റില്ല, പിന്നെ അത് വേസ്റ്റ് ആവും സാധനം. അപ്പോൾ ഇതിൻ്റെ പിന്നിലത് പതുക്കെ നമ്മൾ ഇതുപോലെ റിമൂവ് ചെയ്ത് കൊടുക്കുക. പതുക്കെ അതിൻ്റെ അടിയിലത്തെ ഡബിൾ സ്റ്റിക്ക് പോലത്തെ ഒരു സംഭവമാണ്. സംഭവം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ, ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. ഈ ഒരു ലൈൻ കീപ്പ് ചെയ്തിട്ടാണ് നമ്മൾ അതേപോലെ ചെരിച്ച് തന്നെ ഒട്ടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ബാക്കിൽ ഒട്ടിക്കുന്നത് ഈ ഡോറിൻ്റെ ഇങ്ങോട്ട് കയറ്റി ഒട്ടിക്കുക. അപ്പോൾ ഒരു സൈഡ് നമ്മൾ വെച്ച് കൊടുക്കുക, ശേഷം ലൈൻ ശരിയാക്കിയതിന് ശേഷം ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒട്ടിച്ചു, അതിന് ശേഷം രണ്ടാമത്തെ ഫുള്ള് സ്റ്റിക്കർ പറിച്ച് കളഞ്ഞു. അതിന് ശേഷം അതിൻ്റെ ആംഗിൾ നോക്കുക, ഒട്ടിക്കുക. അപ്പോൾ ഈ ലൈൻ നോക്കുക, ഓരോ ലൈൻ അഡ്ജിൽ ഈ സൈഡിൽ നോക്കുക, ഈ സൈഡിൽ നോക്കുക. ഫസ്റ്റ് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. രണ്ട് സൈഡും ആദ്യം അമർത്തുക, അതിന് ശേഷം സെൻറ്റർ അമർത്തി കൊടുക്കുക. അമർത്തി കൊടുക്കുമെന്ന് നല്ല പോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ വിരലോടിച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്യാനുള്ളൂ, വേറെ ഒന്നും ചെയ്യാനൊന്നുമില്ല. നിൽക്കും. അപ്പോൾ നമ്മളപ്പോൾ ഒരു സൈഡ് ഒട്ടിച്ച് കഴിഞ്ഞു. ഒരു സൈഡ് ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം ആ ഒരു വണ്ടിയുടെ സൈഡിൽ നിന്നുള്ള ഒരു ലുക്കാണ് കാണിക്കുന്നത്. അപ്പോൾ മുമ്പ് ഉണ്ടായിരുന്നത് ഞാൻ ഇല്ലാത്ത ഒട്ടിക്കുന്നതിന് മുമ്പ് എങ്ങനെ ഇരുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് ഒട്ടിക്കുന്നതിന് മുമ്പുള്ള ഒരു വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഒട്ടിച്ചതിന് ശേഷമുള്ള നിങ്ങൾ തൊട്ട് മുമ്പ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇനി ഈ സൈഡും കൂടി ഒട്ടിക്കാണ്ട് ഇതും കൂടി ഒട്ടിക്കുക. ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു. ശേഷം ആ ഒട്ടിക്കാൻ പോകുന്ന ഭാഗം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല പോലെ കുറച്ച് വൃത്തിയാക്കാം. എന്തിനിങ്ങനെ നന്നായി തുടക്കാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ചെളി മണ്ണ് ഇരുന്ന് കഴിഞ്ഞാൽ പശ അവിടെ ഒട്ടില്ല. അപ്പോൾ നമ്മൾ ഈ ചെയ്യണത് നമ്മൾ മേടിച്ച പൈസ എല്ലാം വെള്ളത്തിലും നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. ഓക്കെ, ചെയ്തതിന് ശേഷം നമ്മളത് ഇതിൻ്റെ ഇതൊക്കെ പറിച്ച് കളഞ്ഞു. എന്നിട്ട് ഇതും അതുപോലെ തന്നെ സെൻട്രലൈസ് ചെയ്യുക. ഇത് ഞാൻ ഫ്രണ്ടിലേക്ക് കയറ്റിയിട്ട് ഒട്ടിക്കണം കേട്ടോ. ഈ ഡോറിൻ്റെ ഏകദേശം ഈ ബീഡിങ് വരെ ഒട്ടിക്കുന്നുണ്ട്, ഈ ഡോറിൻ്റെ ഈ അഡ്ജ് വരെ. അപ്പോൾ ഈ സൈഡ് ആദ്യം ഒന്ന് ക്ലിയർ ആക്കുക, അതിനുശേഷം ഈ സൈഡ് ക്ലിയർ ആക്കുക. കറക്റ്റ് ഇതിൻ്റെ ആ ഒരു ലൈൻ പോയിട്ടില്ലേ, കറക്റ്റ് ആ ലൈനിൻ്റെ തൊട്ട് താഴെ, അതൊന്നും കൂടെ അല്ല, ഒരു mm താഴെ, 2 mm താഴെ, അങ്ങനെ ഒരു രീതിയിൽ ഒട്ടിക്കുക. അതെ, രണ്ട് സൈഡും സ്റ്റിക്ക് ചെയ്തു. അതിനുശേഷം ഇതിൽ പ്രസ് ചെയ്യുക. നമ്മൾ നല്ല പോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. നല്ല പോലെ നമ്മുടെ പ്രസ്സിങ് നല്ല പോലെ പറഞ്ഞു കേട്ടോ. വെറുതെ ഇങ്ങനെ വെച്ചിട്ട് പോന്നു കഴിഞ്ഞാൽ ഇടയിൽ പൊടി കയറി 2 ആഴ്ച കൊണ്ട് ഇത് ഇങ്ങോട്ട് പറഞ്ഞു പോലും. ഇത് ഞാൻ എൻ്റെ വണ്ടിയുടെ സെലറിയോ എൻ്റെ തന്നെ എനിക്ക് കിട്ടി. അതുപോലെ തന്നെ നമ്മുടെ ഏത് വാഹനമാണ് സ്വിഫ്റ്റ്, അതുപോലെ ഇന്നോവ, ഏത് വാഹനത്തിനുള്ള ബാഡ്ജിങ് ഉള്ളതുകൊണ്ട് ഇല്ലാത്തതുണ്ട് കേട്ടോ. 100 ഇത് രണ്ടും തമ്മിൽ 100 രൂപയുടെ ഒരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ.
നേരത്തെ ഒട്ടിച്ച പോലെ തന്നെ വ്യത്യാസമൊന്നുമില്ല. ലാസ്റ്റ് പീസ് ഈ വണ്ടിയുടെ 4ാമത്തെ പീസ് ഒട്ടിക്കണേ ഈ ഒരു ഭാഗം ആ ഒരു ബീഡിങ്ങിന് തൊട്ട് താഴെ ഒരു 2 mm താറ്റി വയ്ക്കുക. അതുപോലെ തന്നെ ഇവിടെയും ഒരു 2 mm താറ്റി വയ്ക്കുക, സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. സക്സസ് പരിപാടി. നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. മോളിത്തെ ലൈൻ ഒന്ന് ഓടിച്ചു കൊടുക്കുക. കാരണം ഈ ഫ്രണ്ട് ഡോറിന് ഒരു ചെറിയ വളവുണ്ടായിരിക്കും, ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു ചുഴി പോലെ പോയിൻ്റ് ആയിരിക്കും. അപ്പോൾ അതിലേക്ക് നമ്മുടെ ഇത് നന്നായിട്ട് ഇറങ്ങി ഒട്ടണം, ഇല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് ഇപ്പം അങ്ങോട്ട് പോയി. അപ്പം നമ്മുടെ ഇന്നത്തെ പരീക്ഷണവും സക്സസ് ആയി. അപ്പോൾ ചാനൽ ആരെങ്കിലും ഫോളോ ചെയ്യാത്തുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു വിഷയമായിട്ട് വരുന്നവരെ ടാറ്റ ബൈ ബൈ. അപ്പോൾ നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞു. നമുക്ക് ഡോറ് തുറക്കാനും പിടിക്കാൻ ഒരു പ്രശ്നമില്ല. ഇപ്പോൾ അവിടെ എഡ്ജിലൊന്നും അറിയില്ല, അങ്ങനെ കറക്റ്റ് അതിൻ്റെ അവിടെ പോവുക. ഫ്രണ്ട് ഡോറ് നോക്കി നോക്കണം, കണ്ടോ ഫുള്ളായിട്ട് തുറന്നാലും ഇത്രയും ഡോറ് തുറക്കാൻ പറ്റില്ല. അവിടെ തട്ടിൽ അങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നുമില്ല. ഫ്രണ്ട് ഡോറ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ തുറക്കാനും ഒന്നിനൊരു പ്രശ്നമില്ല കേട്ടോ. ഒത്തിരി തട്ടൽ മുട്ടലും ഇച്ചിരി കയറി വന്നിട്ടുണ്ട്, ഇച്ചിരി കയറി പക്ഷെ തട്ടുന്നില്ല. അപ്പോൾ നമ്മൾ ഒട്ടിക്കുമ്പോൾ ഒരു 3 mm 4 mm ബാക്കിലേക്ക് കയറ്റി ഒട്ടിച്ചാൽ മതി കേട്ടോ. ഓക്കെ.